ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകളും ദുരന്തമുഖങ്ങളിൽ നിന്ന് ഞങ്ങൾ വീണ്ടും അമ്മയുടെ ആലയത്തിൽ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഈശോയെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും, ഓൺലൈനിലും ഓഫ്ലൈനിലും പങ്കെടുക്കുന്നവരെയും, ഉടമ്പടി എടുത്തും പുതുക്കിയും സാക്ഷ്യം പറഞ്ഞ് ഈ വിശ്വാസ ജീവിതത്തിൽ, വിശുദ്ധ ജീവിതത്തിൽ നിലനിൽക്കുന്നവരെയും, ദൈവത്തിന്റെ ഇടപെടൽ ഇന്നീ നിമിഷം പ്രതീക്ഷിച്ച് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവരെയും എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ ആരാധനയുടെ നിമിഷങ്ങളിലൊക്കെ ആത്മാവിന്റെ നിറവ് ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ, കൃപയിലും അനുഭവത്തിലും ആരാധന കൂടുവാൻ, അതിന്റെ അഭിഷേകം പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ ഞങ്ങൾ ഇടവരുത്തണമേ. നാളിതുവരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് കടന്നുപോയവരെ ഓർക്കുന്നു. അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരെയും അവരുടെ നിയോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ദൈവമേ, ഈ ആരാധന ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്ന ദൈവത്തിന്റെ വലിയ പ്രവാചക ശബ്ദമായിട്ട് മാറുന്ന വി.പി. ജോസഫച്ചനെ സമർപ്പിക്കുന്നു. കർത്താവേ, എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ അച്ഛൻ വാ തുറക്കുമ്പോൾ അച്ഛൻ ആവശ്യമായ വചനം ലഭിക്കുവാൻ, വചനത്തിന്റെ സ്ഥിരീകരണങ്ങൾ ലഭിക്കുവാൻ ഇടവരുത്തണമേ. ഒപ്പം ആ വചനം കൃപയോടുകൂടെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഉറക്കെ ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് ഇടിമുഴക്കത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ ഓരോ വ്യക്തികളും തിരികെ ഈ ആലയത്തിൽ നിന്ന് പോകുമ്പോൾ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ മേൽ കരങ്ങൾ പിടിച്ചിരിക്കുന്ന അനുഭവം ഉണ്ടാവുവാൻ ഏറെ പ്രധാനപ്പെട്ട ഈ ധന്യമായ ഒരു നിമിഷത്തിൽ ദൈവമേ, അങ്ങയുടെ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ, ശക്തി നൽകണമേ, ഊർജം നൽകണമേ. നമുക്ക് പ്രാർത്ഥിച്ച് ഗാനം ആലപിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ അൾത്താരയിലേക്കും നമ്മുടെ ഇടയിലേക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഗായകസമൂഹത്തോടൊപ്പം ചേർന്ന് പാടാം. ഇസഹാക്കിന്നിടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Hallelujah, യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. Hallelujah, hallelujah. Hallelujah, 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 hallelujah.
ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമീ ആരാധന. ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമീ ആരാധന. ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമേ ആരാധന 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 ആരാധന. ഉച്ചത്തിൽ പാടാം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി കൃപാസനം പ്രത്യക്ഷന മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവേ, ദിവ്യകാരുണ്യത്തിന്റെ ഈ ഒരു തിരുനാളിന്റെ ഈ ദിവസം അങ്ങയുടെ അഭിഷേകം സ്വീകരിക്കുവാൻ ഈ ആരാധനയിൽ കൈകൾ വീശിക്കുമ്പോൾ സന്തോഷത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പേരിൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുകയും ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സമർപ്പിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷ ഉച്ചത്തിൽ പാടേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ദിവ്യകാരുണ്യനാഥന്റെ ഈ വലിയ സാന്നിധ്യത്തെ, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഏറെ പ്രധാനപ്പെട്ട ഈ ഒരു ദിവ്യകാരുണ്യത്തിന്റെ തിരുനാൾ ദിവസം നമ്മളിവിടെ ആയിരിക്കുമ്പം ഏറെ പ്രത്യേകിച്ച് ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലും എല്ലാം കൂടുന്ന എല്ലാവരെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ടും നമുക്ക് കരങ്ങളടിച്ച് ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തെ ആഹ്ലാദത്തോടും സന്തോഷത്തോടും കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം, ചേർന്ന് പാടാം. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ, വചനത്തിന്റെ സ്ഥിരീകരണങ്ങൾ, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം കർത്താവേ, ഉടമ്പടി എടുത്ത എല്ലാവരുടെയും പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും അവരുടെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തന ജീവിതങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളങ്ങെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താദി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താദി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണ
കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ കരങ്ങൾ ഉയർത്തി അടിച്ചോണ്ട് പാടാം. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ. യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, യേശുവേ, മഹത്വം, യേശുവേ, മഹത്വം. യേശുവേ. ആരാധന, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, യേശുവേ ആരാധന. സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിലവിലുള്ള പ്രാർത്ഥനാ ക്രമങ്ങളിലെ മനുഷ്യൻ്റെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ ഏറ്റവും പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യുന്ന സുവിശേഷ പദ്ധതിയാണ് ഉടമ്പടി. ഇപ്പോൾ വർഷകാലമാണെങ്കിലും ഇവിടെ ഉടമ്പടി എടുക്കുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവില്ല. അതിൻ്റെ കാരണം ബഹുജനം ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ സാക്ഷരതയുള്ളവരാണ്. ഇതിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ ആൾക്കാർക്ക് ഇത് എന്താണെന്ന് അറിയാൻ പാടില്ലാതെ കുറച്ച് കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഇത് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. ശരിക്കും പറഞ്ഞാൽ ആദ്യം വരുന്നവർക്ക് ഇതൊരു കോംപ്ലിക്കേറ്റഡാണ്. ആ ഉടമ്പടി അതിൻ്റെ മർമ്മം മനസ്സിലാക്കി അതിൻ്റെ കർമ്മങ്ങളും ക്രമങ്ങളും ഒക്കെ മനസ്സിലാക്കി ഷാർപ്പ് ഷൂട്ട് ചെയ്യണതിന് നല്ല ഒരു ബുദ്ധിയും അറിവും കൂടി വേണം. മറ്റു പ്രാർത്ഥനാ രൂപങ്ങളെപ്പോലെ ഇത് പെട്ടെന്ന് വാഗുകൊണ്ട് എന്തെങ്കിലും കസ്തർക്കം പറഞ്ഞാൽ ആക്ടിവേറ്റ് ആകത്തില്ല. ഇത് ഹെവി ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ടാണ്. ഹെവി ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 0 നമ്മുടെ ലൈഫ്. നോബഡി ടു ഹെൽപ്പ്. നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒഴുക്കിൽ പെട്ടുപോവുകയാണ്. ഒരു സഹോദരി 10 കിലോമീറ്ററോളം കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴയിൽ ഒഴുകിപ്പോയില്ലേ. അവസാനം ഒരു പിടിവള്ളി കിട്ടി. അപ്പോൾ അവർക്ക് ബോധമുണ്ടായി. അവരവിടെ കിടന്ന് അലറി. നാട്ടുകാരെ കണ്ട് അവരെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ പിടിവള്ളി പോലും കിട്ടാതെ എത്രയോ പേര് കടലിലോട്ട് പോയിരിക്കണം ഒഴുകി. ഞാനൊക്കെ സെമിനാരി പഠിക്കുമ്പോൾ മംഗലപ്പുഴ സെമിനാരിയുടെ കുന്നിൻ്റെ അതുപോലെ തന്നെ കർമ്മലഗിരി കുന്നിൻ്റെ മുകളിലൊക്കെ നിൽക്കുമ്പോൾ ഈ ജൂൺ മാസത്തിൽ ശവങ്ങൾ ഒഴുകിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. കമന്ന് കിടപ്പോൾ വള്ളക്കാർ കടൽ പുഴയിൽ കൂടി ചരലെടുക്കാനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കുത്തിപ്പോകുന്നവർ ആരും ശവത്തെ തൊടത്തില്ല. അവർ കൂവും. അപ്പോൾ കൂവുമ്പോൾ പിന്നെ എല്ലാവരും കണ്ടവർ കൂവും. അങ്ങനെ ഈ വാർത്ത പുറത്ത് കേട്ടിട്ട് ശവമാണെന്ന് മനസ്സിലായിട്ട് ആൾക്കാർ പോലീസിനെ അറിയിക്കും. പോലീസിനെ അറിയിക്കുമ്പോൾ ഈ സംഭവം കൊടുങ്ങല്ലൂരേക്ക് പോയി കാണും, ഒഴുകി പോയി കാണും. അപ്പം അങ്ങനെ ജീവിതം ചില സമയത്ത് പെട്ടുപോകും. ആരും കാണാതെ ശവമായി ഒഴുകി കടലിലോട്ട് പോകുന്ന ഒരവസ്ഥ. ഇങ്ങനെ വരുന്ന ജീവിതത്തിൻ്റെ പിടിവള്ളി ദൈവമാണ്. ഉടമ്പടിയുടെ റോൾ അതാണ്. ഒരു പിടിവള്ളിയുമില്ല. മനുഷ്യൻ്റെ പിടിവള്ളി എല്ലാം പോകുമ്പോൾ ഒരു പിടിവള്ളിയായിട്ട് പരിശുദ്ധ അമ്മ കൈ നീട്ടി തരും. ഇങ്ങോട്ട്, ഇതാണ് എൻ്റെ പിടിവള്ളി. നീ ഒഴുകി കടലിലോട്ട് പോകണ്ട, ഞാൻ നിന്നെ തടഞ്ഞു നിർത്തും. ഇത് അമ്മ മാത്രം ചെയ്തിട്ടുള്ള കാര്യമല്ല, ദൈവത്തിൻ്റെ ഒരു നയപരിപാടിയുടെ ഭാഗമാണ്. ഒരു പിടിവള്ളിയും ഇല്ലാതിരിക്കുന്നവനെ ഒരു കൈ നീട്ടി കൊടുക്കുക. നമ്മൾ ഒരു ശവം ഇതുപോലെ ഒഴുകി ശ്മശാനത്തിലേക്ക് പോകുന്നത് കർത്താവ് കാണുന്നൊരു കാഴ്ച ബൈബിളുണ്ട്.
അത് ലുക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 7:11. അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പ്രൈസ് ദി ലോർഡ്. കുറേ ആൾക്കാർ നമ്മുടെ ജീവിതം എടുത്തുകൊണ്ട് പോണത് കണ്ട്. അത് നിസ്സാര കാര്യമല്ല. നമ്മൾ ചില സമയത്ത് മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയിലായിപ്പോവും. നമ്മുടെ മെറിറ്റ് 0 ആയിപ്പോവും. അതാണ് ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത്. മറ്റുള്ളവർ എടുത്തുകൊണ്ട്, ഇപ്പോൾ സാമ്പത്തികമായി ആരെങ്കിലും നമ്മൾ എടുത്തുകൊണ്ട് പോകാതെ നമ്മൾ രക്ഷപ്പെടത്തില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസിലായാലും ശരി, ഇനി രോഗം നമ്മൾ മരുന്ന് കഴിക്കുന്നു, മരുന്ന് കഴിച്ചിട്ടും ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറിൻ്റെ നിങ്ങളുടെ രക്തമൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴും ആ നേരത്തെ ഉണ്ട രോഗത്തിൻ്റെ ലക്ഷണങ്ങൾക്കൊന്നും മാറ്റമില്ല, അത് അതുപോലെ ഇരിക്കുകയാണ്. അതുപോലെ ഇരിക്കുകയാണെങ്കിൽ ഡോക്ടർ 2 കാര്യം ചെയ്യും. ഒന്നെങ്കിൽ പറയും നിങ്ങളൊരു കൂടിയ ആശുപത്രിയിലോട്ട് പോകാൻ പറയും. ഇത് പറഞ്ഞില്ലെങ്കിൽ ഡോക്ടർ ഉടനെ പറയും ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല, നിങ്ങൾ ഡയറ്റ് കീപ്പ് ചെയ്തില്ല, അപ്പം നമ്മൾ പ്രതിയാവും. ഡോക്ടറിനതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ പ്രതിയാകും, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വേറെ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ആശുപത്രിയോട് ഷിഫ്റ്റ് ചെയ്താലോ അവരും ചില സമയത്ത് നിസ്സഹായരായി നിൽക്കുന്ന കാണാം. അവിടെ കുഴപ്പം കൊണ്ടല്ല. ഇപ്പോൾ ഏഞ്ചലിൻ്റെ സാക്ഷ്യമൊക്കെ അതാണ് കാണിക്കുന്നത്. ഏഞ്ചൽ ചാലക്കുടിയിലെ ഒരു സാക്ഷ്യം ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അത് ഒരു വല്ലാത്ത സാക്ഷ്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽ ട്രെയിനിൽ സഞ്ചരിക്കുകയാണ്. പെട്ടെന്ന് ആ ട്രെയിനിലിരുന്ന് സ്വാഭാവികമായിട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ സ്ഥലം കഴിഞ്ഞത് അറിഞ്ഞില്ല. സ്ഥലം കഴിയുകയും പിന്നെ ട്രെയിൻ പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഏഞ്ചൽ ഒരു കോൺഫിഡൻസിൽ ചാടിക്കഴിഞ്ഞപ്പോൾ കാല് ഉതച്ചു പോയി. പിന്നെ ആശുപത്രിയിൽ കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് മൊത്തം നുറുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഒരു ഫസ്റ്റ് ആദ്യത്തെ ഘട്ട ചികിത്സയൊക്കെ കഴിഞ്ഞു. കാല് ഓക്കെ ആയെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഏഞ്ചലിന് നടക്കാൻ പറ്റണില്ല. അപ്പോൾ വൈദ്യശാസ്ത്രം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ. കാല് ഓക്കെയാണ്. അവർ സ്കാൻ ചെയ്ത് നോക്കി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സുഖപ്പെട്ടു. പക്ഷേ വൈദ്യശാസ്ത്രം സുഖപ്പെട്ടെന്ന് പറഞ്ഞിട്ടും ഏഞ്ചലിന് നടക്കാൻ പറ്റണില്ല. പിന്നെ അവിടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വേറെ ഒരു മേൽത്തരം ആശുപത്രിയിലോട്ട് പോകും. മേൽത്തരം ആശുപത്രിയിലോട്ട് പോകുമ്പോൾ കഠോര വേദനയാണ്. ശരിക്കും നടക്കാൻ പറ്റാത്ത മാത്രമല്ല, ഉപ്പുകുറ്റിക്ക് നല്ല കടുത്ത വേദനയാണ്. ഇപ്പോൾ വേദന സഹിച്ച് ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ദിവസങ്ങൾ ആശുപത്രി താമസിച്ചിട്ടും അതിനൊരു മാറ്റമില്ല. വേദനയ്ക്കും നടക്കാൻ പറ്റണില്ല, കാല് കുത്താൻ പറ്റണില്ല. അമ്മ തന്നെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തേക്കുമ്പോൾ ഏഞ്ചൽ പറയാം അമ്മ തേച്ചിട്ട് പോയിക്കോ, തിരുമാൻ നിൽക്കണ്ടെന്ന് പറയും. കാരണം തിരുമിയ എൻ്റെ ജീവൻ പോകുമെന്ന് പറയും. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, തൈലം തേച്ചിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉരച്ച ജീവൻ പോണ അത്രയും പിടച്ചിൽ വേദനയുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇവളുടെ പരീക്ഷയൊക്കെ വരണം. അപ്പോൾ എല്ലാം കൊണ്ടും ഇവൾ പെട്ടുപോയെന്ന് ഒക്കെ മനസ്സിലാകും. കുറച്ച് കഴിയുമ്പോൾ ഒരു ദിവസം തല ഇങ്ങനെ ചൂടായി മരച്ച് വരും. അപ്പോഴേ അവൾക്കിട്ട് കണ്ണീരിൽ നിന്ന് ഇങ്ങനെ ആശുപത്രി കിടന്ന് കൂടെ കണ്ണീരിങ്ങനെ വീഴും. എന്നിട്ട് അവൾ ചോദിക്കും, അമ്മേ ഞാനിങ്ങനെ ജീവിതകാലം മുഴുവൻ
തളർവാദം പിടിച്ചു പോകുമെന്ന് ചോദിക്കും. ജീവിതകാലം മുഴുവൻ തളർവാദം പിടിച്ചു പോവുക. എന്നിട്ട് നീ എന്നെ സുഖപ്പെടുത്തിയിട്ട് ഞാൻ സാക്ഷ്യം പറയാം അല്ലേ? അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ ദൈവഹിതം അല്ലേ? അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം ചിലപ്പോൾ എന്നെ ഒരു സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കിയിരിക്കും അല്ലേ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലേ എന്ന് ഇവൾ അമ്മയോട് ചോദിക്കും. കാര്യം അവൾക്ക് നിൽക്കക്കള്ളിയില്ല, അവൾ പെട്ടുപോയെന്നൊക്കെ മനസ്സിലാകും. അപ്പോഴേ ഏഞ്ചലിൻ്റെ അമ്മ സാക്ഷ്യം കേൾപ്പിച്ചു കൊടുക്കും. നമുക്കറിയാലോ, ഇപ്പോൾ ആൾക്കാർ വചനം കേൾക്കുന്ന പോലെ തന്നെയാണ് വചനത്തിൻ്റെ വചനം ആക്ടിവേറ്റ് ആയിട്ടുള്ള, ഇപ്പം നമ്മൾ നെല്ലും ചോറും തമ്മിലുള്ള വ്യത്യാസമാണ് വചനവും സാക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം. വചനം നെല്ലാണെങ്കിൽ അത് പുഴുങ്ങിക്കുത്തി ചോറായി എടുത്തതാണ് സാക്ഷ്യം. സാക്ഷ്യം പെട്ടെന്ന് മനസ്സിലാകും, വചനത്തേക്കാൾ പെട്ടെന്ന് സാക്ഷ്യം മനസ്സിലാകും. അത് സാക്ഷ്യം ഇന്ന് ഒത്തിരി ആൾക്കാർ സാക്ഷ്യം ഉപയോഗിക്കുന്നുണ്ട്. ഭക്ഷണം പോലെ, ആധ്യാത്മികവും ഭൗതികവുമായ ഭക്ഷണം പോലെയാണ് ആൾക്കാർ സാക്ഷ്യം ഉപയോഗിക്കുന്നത്. കാര്യം സാക്ഷ്യം വരുമ്പോഴേ നമ്മൾക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റണത്? നമ്മൾ വിശ്വാസത്തിലിങ്ങനെ രൂപപ്പെട്ട് വളർന്നുകൊണ്ടിരിക്കും. നമ്മളൊരു വിശ്വാസം ഇങ്ങനെ സാക്ഷ്യം കേൾക്കുന്നതനുസരിച്ചിട്ട് വിശ്വാസം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അത് ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസം നമുക്ക് വലിയ ഫലം തരും. കാര്യം വിശ്വാസം നിസ്സാരമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിൽ വിശ്വാസം ജനിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഇതുപോലെ സാക്ഷ്യത്തിൻ്റെ ഒരു ആധ്യാത്മിക രാസപ്രക്രിയയുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫെയ്ത്താണ്. അതിൻ്റെ അകത്ത് സൊല്യൂഷൻ ഫെയ്ത്ത് ഇങ്ങനെ രൂപപ്പെട്ടു വരും. ഫെയ്ത്ത് രൂപപ്പെട്ട് വന്നാൽ ഒരു വിഷയം, ഒരു സബ്ജക്റ്റ്, അത് കടുത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ അതിജീവിക്കേണ്ട ഒരു വിശ്വാസം വേണ്ടി വരും നമുക്ക്. അതുകൊണ്ടാണ് ഈ സാക്ഷ്യം നമ്മൾ കേൾക്കുന്നത്. ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളുടെ യോഹന്നാൻ്റെ സുവിശേഷമില്ലേ, 5:6 ഒരു തലഭാര രോഗി കിടക്കണില്ലേ? ആ ഭാഗത്ത് വായിച്ചേ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 5-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് അവൻ വളരെ നാളായി പറഞ്ഞേ അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ദൈവം നമ്മളുടെയൊക്കെ ചോദിക്കണ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ് ചോദിക്കണത്? ആഗ്രഹം മാത്രമേ ചോദിക്കത്തുള്ളൂ. കാര്യം തളർന്ന് കിടന്ന മകനെ വേറെ എന്ത് ചോദിച്ചാലും കാര്യമില്ല, ആഗ്രഹം മാത്രം മതി. അവിടെ ഇപ്പം തളർന്ന് കിടക്കല്ലേ അയാളുടെ വേറെ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. മറിച്ച് എന്താ ചോദിച്ചത്? അപ്പോൾ ദൈവം നമ്മുടെയൊക്കെ ആവശ്യപ്പെടുന്നൊരു സംഭവം നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഡിമാൻഡ്സേ ഉള്ളൂ. അയാൾ അവിടെ കിടക്കുന്നത് വളരെ നാളായിട്ട് അവിടെ കിടക്കുന്നത് ഈശോ കണ്ടു. അപ്പോൾ ഈശോ കണ്ട വിഷയം എന്താണ്? നമ്മളുടെ ഈ വിഷയം ഭയങ്കര ഏജ് ഓൾഡായിട്ടുള്ള വിഷയമാണെന്നാണ് കണ്ടത്. അപ്പോൾ ദൈവം റെഫർ ചെയ്യുന്ന സബ്ജക്റ്റ് വൈസ് അത് കുറച്ച് സീനിയറായിട്ടുള്ള, കുറച്ച് ഏജ് ഓൾഡായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഇപ്പം ചിലർ പറയും, ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു, എവിടെയെല്ലാം പോയി, ഏതെല്ലാം ദൈവങ്ങളെ വിളിച്ചു, എന്നിട്ട് ഞാനിപ്പോൾ വിളിയെല്ലാം നിർത്തിയെന്ന് പറയല്ലേ? വിഡ്ഢി, നീ അങ്ങനെ പറയരുത്. കാരണം നീയാണ് പറയണത് എവിടെയെല്ലാം പോയി. നീ പോയി കാണുമായിരിക്കും, പക്ഷേ വിളിക്കേണ്ട പോലെ നീ വിളിച്ചിട്ടില്ല. വിശ്വസിക്കേണ്ട പോലെ നീ വിശ്വസിച്ചിട്ടില്ല. കർത്താവ് എന്താ ചോദിച്ചത്? സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ കർത്താവ് അയാൾ പറയും,
ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം, ആരുമില്ല സഹായിക്കാനെന്ന് പറയും. അത് ഭയങ്കര ഒരു ഹാർട്ട് ഫെൽറ്റായിട്ടുള്ള സംഭവമാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടേ, ഗതി പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? നോബഡി ടു ഹെൽപ്പ് മീ. ആരും എന്നെ സഹായിക്കാനില്ല. അതായത് നമ്മുടെ അവസ്ഥ തന്നെയല്ലേ, ജനലക്ഷങ്ങളുടെ അവസ്ഥ തന്നെയല്ലേ. ജനലക്ഷങ്ങളുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്ന് യേശു അറിയാമല്ലോ. ആ ജനലക്ഷങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ ആ അവസ്ഥകളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഈ തലവായ രോഗിയെ ഈശോ ഒരു നിമിത്തമാക്കുകയാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. എന്റെ മോചക ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. എന്റെ മോചക. അപ്പൊ ഈശോ അവനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? അപ്പം ഇനി ആരും നമ്മളെ സഹായിക്കാനില്ല. നമ്മുടെ സങ്കടങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ചില ആൾക്കാർ പറയും 40 വർഷമായി ഞാൻ ഈ വഴിക്ക് വേണ്ടി അന്വേഷിക്കുകയായിരുന്നു, 13 വർഷമായി എനിക്ക് മക്കളില്ല. അപ്പോൾ 13 വർഷമായി മക്കളില്ല, 40 വർഷമായി എനിക്ക് വീട്ടിലേക്ക് പോകാൻ വഴിയില്ല, എൻ്റെ പെൺമക്കളെ കെട്ടാൻ വേണ്ടി ആരും വരണില്ല, വഴിയില്ലാത്ത കാരണം ഞാനിനി ഒരിടത്ത് പോകാനാണ്. ഞാനതെല്ലാം മടുത്ത് നിർത്തി വീട്ടിലങ്ങനെ മരവിച്ച് ഇങ്ങനെ കെട്ടിരിക്കുകയാണ്. കപ്പയൊക്കെ പഴകി കഴിയുമ്പോൾ കപ്പ കെട്ടുപോകുകയില്ലേ, കെട്ട മനസ്സുമായിട്ട് മനുഷ്യനിരിക്കും. അപ്പം നിൻ്റെ ജീവിതം കെട്ട അവസ്ഥയാണോ, അതുപോലെ തന്നെ അതിങ്ങനെ മുനിഞ്ഞ് കത്തുകയാണോ, എണ്ണ കിട്ടാൻ വഴിയില്ലാത്ത അവസ്ഥയാണെങ്കിൽ നിൻ്റെ വഴികളിൽ കർത്താവ് വന്നിട്ട് നിന്നെ ആ നിമിഷം വരെ ആ നിമിഷം പോലും അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും നിൻ്റെ ഒരു മെരിട്ടും നോക്കാതെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നിന്നെ രക്ഷിക്കാനുള്ള മനസ്സ് ദൈവത്തിനുണ്ടെന്നാണ് മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈയടിച്ചോട്ടെ. ആശ്രയം ആശയറ്റ നേരമെന്റെ ആശ്വാസം, നിന്റെ ജനമാരി തൂകി നീ എന്റെ വേദനകൾ സൗഖ്യമാകും. സ്വർദ്യം പാടുക. യേശുനാമമെന്റെ ആശ്രയം ആശയറ്റ നേരമെന്റെ ആശ്വാസം, നിന്റെ ജനമാരി തൂകി നീ എന്റെ വേദനകൾ സൗഖ്യമാക്കും. ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. എന്റെ മോചക. ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. എന്റെ മോചക. യേശുനാമമെന്റെ ആശ്രയം. ഒരുമിച്ച് പാടുക, സന്തോഷത്തോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തോടെ. നിന്റെ ജനമാരി തൂകി നീ എന്റെ വേദനകൾ സൗഖ്യമാക്കും, എന്റെ വേദനകൾ സൗഖ്യമാക്കും. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവസ്നേഹം നിങ്ങളിൽ വളരാൻ വേണ്ടിയാണ് ഞങ്ങൾ പാടുന്നത്. അപ്പോൾ നിങ്ങൾ ചേർന്ന് പാടണം. പാടി വരുമ്പോൾ നിങ്ങളിലും തന്നെ ദൈവസ്നേഹം രൂപപ്പെട്ട് വരും. ദൈവസ്നേഹമാണ് ആദ്യം രൂപപ്പെട്ട് വരികയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. കാര്യം ഇത് ഡീസലും പെട്രോളും തമ്മിൽ വ്യത്യാസമാണ്. ദൈവസ്നേഹവും വിശ്വാസവും തമ്മിൽ. വിശ്വാസം ഡീസലാണെങ്കിൽ ദൈവസ്നേഹം പെട്രോളാണ്.
പെട്ടെന്ന് കത്തും. ഡീസൽ ഇത്തിരി സമയമെടുക്കും. നിങ്ങൾക്ക് ആദ്യം ദൈവസ്നേഹമാണ് വളർന്നു വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യണം, വിശ്വാസം ഷൂട്ടപ്പ് ചെയ്തോളും. നമ്മൾ വിശ്വാസത്തെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹം ആ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ ദൈവസ്നേഹം വരത്തുള്ളൂ. ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ദൈവസ്നേഹത്തെ ഫോക്കസ് ചെയ്യണം, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, നിന്റെ പീഡാനുഭവത്തെ പ്രതി, നിന്റെ പീഡാനുഭവത്തെ പ്രതി, കുരിശ് മരണത്തെ പ്രതി, കുരിശു മരണത്തെ പ്രതി ഞാൻ നിന്റെ നാമത്തെ വിശ്വസിച്ചുകൊണ്ട്, നിന്റെ നാമത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നിൽ ദൈവസ്നേഹത്തെ, ദൈവസ്നേഹമെന്ന പുണ്യത്തെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികടെ ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹരാജാവേ, ഒരുമിച്ച് പാടുക. വാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വാവാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭ